നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ അസുഖങ്ങൾ വരാതിരിക്കാനും നമ്മുടെ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? പക്ഷേ ആത്മാർത്ഥമായി നിഷ്കളങ്കമായി നമ്മുടെ പങ്കാളിയെ സ്നേഹിക്കാനോ അതുപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ശ്രദ്ധ കൊടുക്കാനോ ഒക്കെ നമ്മൾ എവിടെയോ മറന്നു പോയിട്ടുണ്ട്. വിവാഹം കഴിഞ്ഞ് മക്കളുണ്ടാകുന്നത് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നതും ഏറ്റവും കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നതും നമ്മുടെ ഭർത്താക്കന്മാരെയാണല്ലേ? പക്ഷേ വിവാഹം കഴിഞ്ഞ് മക്കളൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം മക്കൾക്ക് വേണ്ടിയിട്ട് ശ്രദ്ധ കൂടുതൽ കൊടുക്കേണ്ട സമയമാകുമ്പോൾ പലപ്പോഴും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാനും അവർക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും അവരെ പഠിപ്പിക്കാനും അവരെ വളർത്തുന്നതിൻ്റെ ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്നവരാരാണ്? നമ്മുടെ പങ്കാളികളാണല്ലോ, നമ്മുടെ ഭർത്താക്കന്മാരാണല്ലേ. അവരുടെ ഫീലിങ്സ് എന്താണെന്നോ അവരിൽ നിന്ന് നമ്മൾ പലപ്പോഴും അകന്നു പോകാനായിട്ടാണ് വരുന്നത്. പക്ഷെ നമ്മൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത്? മക്കളൊക്കെ സ്വയം പര്യാപ്തരായി അവരുടെ കാര്യങ്ങൾ അവർക്ക് സ്വയം ചെയ്യുന്ന രീതിയിലേക്ക് എത്തുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ കമ്മ്യൂണിക്കേഷനും ഒക്കെ അകന്നിട്ടുണ്ടാവും. പക്ഷെ അപ്പോൾ നമുക്ക് ആ ഒരു സ്നേഹം തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അത് നമുക്ക് ഇപ്പോഴേ ചെയ്താലോ നമ്മുടെ ജീവിതം തന്നെ നമുക്ക് സുന്ദരമാക്കാനായിട്ട് സാധിക്കുമല്ലേ? പലപ്പോഴും പല സമയത്തും ഇപ്പോൾ വിദേശത്തായിട്ടുള്ള ഭർത്താക്കന്മാരുള്ള ലേഡീസ് ഉണ്ട് അല്ലേ? പക്ഷേ നമ്മൾ വിചാരിക്കുക എപ്പോഴും അടുത്തുണ്ടെങ്കിലാണ് സ്നേഹമുള്ളൂ എന്നല്ലേ? ഒരിക്കലല്ല. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ എല്ലാവരും വിട്ടിട്ട് വിദേശത്ത് നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പരിഗണനയും സ്നേഹമൊക്കെ കൊടുക്കേണ്ടവരാണ് നമ്മൾ. പലപ്പോഴും നമ്മൾ പല സമയത്തും ശ്രദ്ധ നമ്മുടെ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് അവരും പതുക്കെ പതുക്കെ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത്. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ഒരു അകൽച്ചയിൽ നിന്നിട്ടാണ് വേറെ ഒരു രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മളെ ഹസ്ബൻഡൊക്കെ ജോലി കഴിഞ്ഞ് വരുമ്പോഴൊക്കെ അവരുടെ കൂടെ ഒരു 10 മിനിറ്റെങ്കിലും സ്പെൻഡ് ചെയ്യാനും അവരുടെ കൂടെ ഒന്ന് ഇരിക്കാനും അവരുടെ മുഖത്ത് നോക്കിയിട്ട് എന്താണ് കാര്യങ്ങൾ വിശേഷങ്ങൾ ചോദിക്കാനും ഒക്കെ നമ്മളൊരു സമയം കണ്ടെത്തുകയാണെങ്കിൽ, ഇപ്പോൾ ചിലർക്ക് നല്ല ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നാല്ലേ. അപ്പോൾ നമുക്ക് നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനും ഒക്കെ നമുക്ക് അവർക്ക് എന്താണോ ഇഷ്ടം അതിനനുസരിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അവരും തിരിച്ച് നമ്മളോട് ഇഷ്ടപ്പെടാനും നമ്മളെ സ്നേഹിക്കാനും ഒരിക്കലും നമ്മെ വിട്ടിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ഒരു ചാൻസും ഇല്ല. അപ്പോൾ പലപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു സ്നേഹത്തിൻ്റെ ഒരു അകലം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ കാരണം നമ്മൾ തന്നെ ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ മാറ്റം വരുത്താൻ പറ്റുമെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. എവിടെയാണോ ശ്രദ്ധ കുറയുന്നത് അവിടെയാണ് അകൽച്ച വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവരെ പരിഗണിക്കാനും അവരുടെ കൂടെ നിൽക്കാനും അവരുടെ സ്നേഹം നേടിയെടുക്കാനൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കും നല്ല രീതിയിലൊരു ദാമ്പത്യം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ഭാര്യയാവാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും അതുപോലെ